IPL 2026 അവസാനിച്ചിരിക്കുകയാണ്. ഗുജറാത്ത് ടൈറ്റൻസിനെ തകർത്ത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു തങ്ങളുടെ രണ്ടാമത്തെ IPL കിരീടം സ്വന്തമാക്കിയിരിക്കുന്നു. എന്നാൽ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് RCBയുടെ വിജയത്തെക്കുറിച്ചല്ല, മറിച്ച് ഈ സീസണിൽ ലോക ക്രിക്കറ്റിനെ ഒന്നടങ്കം അമ്പരിപ്പിച്ച ഒരു മാറ്റത്തെക്കുറിച്ചാണ്. 37-ാം വയസ്സിൽ സാക്ഷാൽ വിരാട് കോഹ്ലി എന്ന ഇതിഹാസ താരം തൻ്റെ ബാറ്റിംഗ് ശൈലിയിൽ വരുത്തിയ വമ്പൻ മാറ്റത്തെക്കുറിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നു. മുമ്പെങ്ങും കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ളൊരു അറ്റാക്കിംഗ് ഇന്ത്യൻ ആയിരുന്നു ഇത്തവണ വിരാടിൻ്റെ ബാറ്റിൽ നിന്ന് നമ്മൾ കണ്ടത്. എന്നാൽ ഈ മാറ്റത്തിന് മേൽ പ്രവർത്തിച്ചത് ആരാണെന്ന് കേട്ടാൽ നിങ്ങൾ ഞെട്ടും. രാജസ്ഥാൻ റോയൽസിൻ്റെ 15 വയസ്സുകാരൻ അത്ഭുത ബാലൻ വൈഭവ് സൂര്യവംശി. ഒരു 15 വയസ്സുകാരൻ എങ്ങനെയാണ് ലോകം കണ്ട ഏറ്റവും മികച്ച ബാറ്റർമാരിൽ ഒരാളായ വിരാട്ടിനെ തൻ്റെ ശൈലി മാറ്റാൻ പ്രേരിപ്പിച്ചത്? IPL 2026 ഏറ്റവും വലിയ കണ്ടെത്തലായിരുന്നു രാജസ്ഥാൻ റോയൽസിൻ്റെ വൈഭവ് സൂര്യവംശി. വെറും 15 വയസ്സ് മാത്രം പ്രായമുള്ള ഈ പയ്യൻ സീസണിൽ അടിച്ചത് 776 റൺസാണ്. ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരത്തിനുള്ള ഓറഞ്ച് ക്യാപ്പ് സ്വന്തമാക്കിയതും ഈ കൊച്ചുമിടുക്കനാണ്. എന്നാൽ റൺസിനേക്കാൾ ഉപരി അവൻ ബാറ്റ് ചെയ്ത രീതിയാണ് ലോകത്തെ അമ്പരിപ്പിച്ചത്. സ്ട്രൈക്ക് റേറ്റ് പലപ്പോഴും 200-നും 250-നും മുകളിൽ. ചില മത്സരങ്ങളിൽ 10-ഉം 12-ഉം സിക്സറുകളാണ് ഈ 15-കാരൻ പറത്തിയത്. സുനിൽ ഗവാസ്കറിനെ പോലുള്ള ഇതിഹാസങ്ങൾ വൈഭവിനെ സച്ചിൻ ടെണ്ടുൽക്കറോടും വിരാട് കോഹ്ലിയോടും വരെയാണ് ഉപമിച്ചത്. ക്രിക്കറ്റിൽ ഒരു പുതിയ അധ്യായത്തിനാണ് വൈഭവ് തുടക്കം കുറിച്ചത്. യാതൊരു ഭയവുമില്ലാതെ ആദ്യ പന്ത് മുതൽ ബൗളർമാരെ കടന്നാക്രമിക്കുന്ന ശൈലി. ഇതിനെക്കുറിച്ച് ലളിത് മോദി പറഞ്ഞത് ഹോളിവുഡ് ബോളിവുഡ് താരങ്ങളെക്കാൾ വലിയ താരമായി വൈഭവ് മാറി എന്നാണ്. ഈ 15 വയസ്സുകാരൻ്റെ ബാറ്റിംഗ് കൊടുങ്കാറ്റിൽ IPL-ലെ മറ്റ് താരങ്ങളെല്ലാം നിഷ്പ്രഭരായി പോയി എന്ന് തന്നെ പറയാം. ഇനി നമുക്ക് വിരാട് കോഹ്ലിയിലേക്ക് വരാം. കോഹ്ലി എക്കാലത്തെയും മികച്ച താരമാണ് എന്നതിൽ സംശയമില്ല. എന്നാൽ T20 ക്രിക്കറ്റിൽ കുറച്ച് സമയമെടുത്ത് കളിക്കുന്ന അദ്ദേഹത്തിൻ്റെ പഴയ ശൈലി പലപ്പോഴും വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ 2026 IPL നമ്മൾ കണ്ടത് മറ്റൊരു വിരാടിനെയാണ്. NDTV സ്പോർട്സിൻ്റെ റിപ്പോർട്ട് പ്രകാരം കോഹ്ലിയുടെ ഈ മാറ്റത്തിന് പിന്നിലെ പ്രധാന കാരണം വൈഭവ് സൂര്യവംശിയാണ്. വൈഭവ് ബാറ്റ് ചെയ്യുന്ന രീതി കണ്ടപ്പോൾ T20 ക്രിക്കറ്റ് എത്രത്തോളം മാറിയിരിക്കുന്നുവെന്ന് കോഹ്ലിക്ക് മനസ്സിലായി. പുതിയ തലമുറയിലെ കുട്ടികൾ യാതൊരു ഭയമില്ലാതെയാണ് പന്തുകളെ നേരിടുന്നത്. അവരോടൊപ്പം പിടിച്ചു നിൽക്കണമെങ്കിൽ തൻ്റെ പരമ്പരാഗത ശൈലി മാറ്റിയേ മതിയാകൂ എന്ന് കോഹ്ലി തീരുമാനിച്ചു. അങ്ങനെ 37-ാം വയസ്സിൽ ഒരു പുതുമുഖ താരത്തെ പോലെ കോഹ്ലി തൻ്റെ ഗെയിം അപ്ഡേറ്റ് ചെയ്തു. ആദ്യ പന്ത് മുതൽ ബൗളർമാരെ കടന്നാക്രമിക്കാൻ കോഹ്ലി മടിച്ചില്ല. തന്നെക്കാൾ പകുതിയിൽ താഴെ മാത്രം പ്രായമുള്ള ഒരു പയ്യനിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ കോഹ്ലി തയ്യാറായി എന്നതാണ് ഇവിടെ ശ്രദ്ധേയം. അശ്വിൻ ഈ സീസണിൽ കോഹ്ലി വിശേഷിപ്പിച്ചത് അൾട്ടിമേറ്റ് ആൽഫ എന്നാണ്. കാരണം ഒരു ഇതിഹാസ താരമായിട്ടും തൻ്റെ ഈഗോ മാറ്റിവെച്ച് പുതിയ കാലത്തിനനുസരിച്ച് മുന്നേറാൻ കോഹ്ലി തയ്യാറായി. ക്യാപ്റ്റൻസിയുടെയും മറ്റും ഭാരം രജത് പാട്ടിദാറിനെ പോലെയുള്ള താരങ്ങളെ ഏൽപ്പിച്ച് ബാറ്റിംഗിൽ മാത്രം കോഹ്ലി ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഗുജറാത്ത് ടൈറ്റൻസിനെതിരായ ഫൈനൽ മത്സരത്തിൽ നമ്മൾ കണ്ടത് കോഹ്ലിയുടെ ഈ പുതിയ ശൈലിയാണ്. IPL ഫൈനൽ വിജയത്തിന് ശേഷം ക്രിക്കറ്റ് ലോകം കണ്ട ഏറ്റവും മനോഹരമായ കാഴ്ചകളിലൊന്ന് വിരാട് കോഹ്ലിയും വൈഭവ് സൂര്യവംശിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയായിരുന്നു. തനിക്ക് ഓറഞ്ച് ക്യാപ്പ് നഷ്ടപ്പെട്ടിട്ടും അത് സ്വന്തമാക്കിയ 15 വയസ്സുകാരനെ നേരിട്ട് കണ്ട് അഭിനന്ദിക്കാൻ കോഹ്ലി സമയം കണ്ടെത്തി. ഇതാണ് കോഹ്ലി എന്ന താരത്തിൻ്റെ മഹത്വം. ക്രിക്കറ്റ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഗെയിമാണ്. മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ തയ്യാറാകാത്തവർ പിന്തള്ളപ്പെടും. ഇവിടെ വൈഭവ് സൂര്യവംശി എന്ന 15-കാരൻ ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ഭാവിയാണെന്ന് തെളിയുമ്പോൾ വിരാട് കോഹ്ലി എന്ന 37-കാരൻ താൻ എന്തുകൊണ്ട് ഇപ്പോഴും ലോക ക്രിക്കറ്റിലെ രാജാവായി തുടരുന്നു എന്ന് തെളിയിക്കുന്നു. ഒരു കൊച്ചുകുട്ടിയുടെ പ്രകടനം കണ്ട് അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് തൻ്റെ കരിയറിൻ്റെ അവസാന ഘട്ടത്തിൽ പോലും ഗെയിം ശൈലി മാറിയ വിരാട് കോഹ്ലി എല്ലാവർക്കും ഒരു വലിയ പാഠമാണ്.